ഇനി PV അൻവർ വിഷയത്തിൽ കൂടുതലൊന്നും പറയാനില്ലെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ ന്യൂസ് 18നോട്. നിലമ്പൂരിൽ നേടിയ ജയം ഭരണത്തോടുള്ള ജനങ്ങളുടെ പ്രതികരണമാണ്. ഈ ഘട്ടത്തിൽ കൂടുതലൊന്നും പറയുന്നില്ലെന്നും അൻവറിന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അനിൽകുമാർ പ്രതികരിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ AP അനിൽകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. ആശ്വാസമാകുന്ന വിജയം, ആത്മവിശ്വാസം നൽകുന്ന വിജയം, എങ്ങനെയാണ് അതിന്റെ കാരണങ്ങൾ വിലയിരുത്തുന്നത്? നിങ്ങൾ രണ്ടും പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. തീർത്തും ഞങ്ങൾക്ക് എല്ലാ രീതിയിലും മുന്നോട്ടുള്ള പോക്കിന് ആത്മവിശ്വാസം നൽകുന്ന വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെയാണ് കാരണങ്ങളായിട്ട് പ്രഥമയോട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ഒന്ന്, UDF-നകത്ത് പ്രവർത്തകരും നേതാക്കളും ഒരു ടീമായിട്ട് ഒരു മനസ്സോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകം. രണ്ടാമത്, LDF ഗവൺമെൻറ്റിനെതിരായ പൊതുവികാരം, ഒരു ജനവികാരം, അത് ഏറ്റവും നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞു. പ്രചരണ രംഗത്ത് എന്തെല്ലാം രീതിയിൽ വിവാദങ്ങൾ വന്നാലും ജനങ്ങളുടെ മനസ്സിൽ ഗവൺമെൻറ്റിനെതിരായിട്ടൊരു വികാരമുണ്ട്. അത് വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞു. അത് വിജയത്തിൻ്റെ ഒരു കാരണമാണ്. ഈ ഭരണവിരുദ്ധ വികാരം അൻവറിലേക്കും UDF-ലേക്കും ഭിന്നിച്ചു പോകുന്നതായിരുന്നു LDF-ന്റെ പ്രതീക്ഷ. അൻവർ 20,000-ൽ താഴെ വോട്ട് നേടി. പക്ഷേ ഷൗക്കത്തിന് ഭൂരിപക്ഷം 16,000-ന് മുകളിലേക്കായിരുന്നു. ഇതിന് അത്രയും ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. വളരെ ശക്തമായൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു, അതിന് തർക്കമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏത് സാഹചര്യത്തിലും ഞങ്ങൾക്ക് വിജയിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു തീരുമാനം. അതുകൊണ്ടാണ് എല്ലാവരും ഒരു മനസ്സോടുകൂടി പ്രവർത്തിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് വിജയം, നിലമ്പൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, അപ്പോൾ അടുത്ത നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് ജയിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ നടന്നത്. അൻവർ നേടിയ 19,970 വോട്ടുകൾ എങ്ങനെ കാണുന്നു? അത്രയും വോട്ട് നേടുന്നു പ്രതീക്ഷിച്ചിരുന്നു? എനിക്ക് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിനെടുത്തൊരു സ്റ്റാൻഡ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു ദിവസം മാധ്യമങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്നത്തെ ദിവസം ഇവിടെ വിജയിച്ച സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അതല്ലാത്ത ഒരു ചർച്ച ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആഗ്രഹിക്കുന്നില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളെടുത്തൊരു നിലപാട് അതാണ്. അതുകൊണ്ട് ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലും UDF നേടിയ വിജയത്തെക്കുറിച്ചാണ് മാധ്യമങ്ങൾ, അത് ചില മാധ്യമങ്ങളൊക്കെ തന്നെ ആ രീതിയിലല്ല, മറ്റു പല രീതിയിൽ ചർച്ചയ്ക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം UDF-ന്റെ വിജയമാണ്, UDF സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയമാണ്. ആ രീതിയിൽ തന്നെ അതിനെ രാഷ്ട്രീയത്തിൽ അൻവർ നേടിയ വോട്ടുകൾ ഒഴിവാക്കാൻ കഴിയില്ല. തുടർ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നതല്ലേ അൻവറിൻ്റെ ഈ വലിയ ഒരു നേട്ടം, ഈ വോട്ടിലെ നേട്ടം? ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആഘോഷത്തിലാണ്, അതിൻ്റെ സന്തോഷത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് UDF അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം, ആ വിജയത്തിലുള്ള ഊർജം, അത് ഞങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പുകളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങളിപ്പോൾ പോകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം അത് വളരെ ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിധി വിട്ടല്ല. ഞങ്ങൾ വിജയത്തെ വളരെ നല്ല രീതിയിൽ വിവേകത്തോടു കൂടി, വിനയത്തോടു കൂടിയാണ് ഏറ്റുവാങ്ങുന്നത്. ഒരിക്കലും വേറൊരു തലത്തിലേക്ക് പോകാതെ ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നു. പ്രസ്ഥാനത്തെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല? ഇല്ല 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 ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ് അൻവറിൻ്റെ അൻവർ നേടിയ വോട്ടോ അല്ലെങ്കിൽ അൻവറിൻ്റെ പ്രവർത്തനങ്ങളോ അതിനെക്കുറിച്ച് വിലയിരുത്തേണ്ട സമയമല്ല എന്ന് കൃത്യമായ രാഷ്ട്രീയ നിലപാടിലാണ് AP അനിൽകുമാറുള്ളത്. ഒപ്പം ഈ വിജയം അടുത്ത തെരഞ്ഞെടുപ്പുകൾക്ക് വലിയ ഊർജ്ജം നൽകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.